പ്രൈമസി ഇൻ ഹോം കെയർ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങൾ പ്രാദേശികമായ അറിവുകളുമായി സംയോജിപ്പിച്ച് പ്രായമായവർക്ക് അന്തസ്സോടെയും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. അവിടെ നമ്മൾ ഏജ് കെയർ, ഡിസബിലിറ്റി കെയർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Australia. The reason why we partnered with In-Home Care is because of our pedigree in compliance. So what that looks like in your world is an audit trail from start to finish. We are a registered provider, which means we are audited by the government, which means we have a very clear idea of compliance and requirements that we need, which creates obviously trust at the end of the day in our clients and their families and stakeholders. കഴിഞ്ഞ വർഷം എൻ്റെ വൈഫ് പൃഥ്വിയുടെ ഫാദറിന് മേലാതെ ഞങ്ങൾ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ കെയറിന് വേണ്ടി ഞങ്ങൾ ഒരാളെ ഇവിടെ ചെയ്തു. ആ ഒരു കെയർ അവിടെ കൊടുക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു കെയറിൻ്റെ ക്വാളിറ്റി, ആ പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. അതിനുവേണ്ടി ഞങ്ങൾ കുറേ നോക്കി. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇത് വന്ന് ആ സമയത്തും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നോ അങ്ങനെ ഒരു ചിന്തയോ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊരു കെയർ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്കിവിടെ ചിന്തിച്ചുകൂടാ. കാരണം നമ്മളെ കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതല്ലേ, ഇവിടുന്ന് വിദേശത്തേക്ക് ഒരു ഹ്യൂജ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പേരൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഒരു വേൾഡ് ക്വാളിറ്റിയിലുള്ള ഒരു വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിലുള്ള കെയർ കൊടുക്കാം, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൈമസി കെയർ ഓസ്ട്രേലിയയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ഇവിടെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനായിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ട് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, 65 വയസ്സിന് ശേഷമുള്ള പല ആൾക്കാരും ഈ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കണം ഞാൻ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിന് ശേഷം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങിന്റെ ഒരു അവയർനെസ് വളരെ കുറവാണ്. സോ പ്രൈവസി ഇൻ ഹോം കെയർ ഈസ് ഓഫറിംഗ് എ ഫ്രീ അസസ്മെന്റ് ഫോർ എനിബഡി over the age of 65. It's called golden era assessment. ഞാൻ നിങ്ങളോടെല്ലാം ഒരു ഉദാഹരണം പറയാം. ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ ജനിച്ച സമയം മുതൽ ഒരു 16-18 വയസ്സ് വരെയുള്ള യുവാക്കൾ, യുവതികൾ, നിങ്ങളൊക്കെ ആ ഒരു കാലം കഴിഞ്ഞു വന്ന ആൾക്കാർ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി ജീവിച്ചിരിക്കേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കേരളത്തിൽ 65 വയസ്സിന് ശേഷമുള്ള 90% ഞങ്ങൾ റിസർച്ച് ഉള്ള 90% ആൾക്കാരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇനിയൊന്ന് മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം. കാരണം അവരുടെ ഹോപ്പ് നഷ്ടപ്പെടുകയാണ്. അതായത് 65 വയസ്സിന് ശേഷമൊക്കെ ആൾക്കാർ ഇന്ന് അവർക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങൾ നടത്തിയ പഠനത്തിൽ നിന്നും ആണ് ഇന്ന് പ്രൈമസി ഇൻ ഹോം കെയർ കേരളത്തിലേക്ക് വന്ന് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ, ഞങ്ങൾ രണ്ടുപേരും സോഷ്യൽ വർക്കർ, പിന്നോ സോഷ്യൽ വർക്കറാണ്, ഞങ്ങളുടെ ആ ഒരു ഇത് അവിടെയുള്ള ഒരു സിസ്റ്റത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ആശയം. ഒരു ഹോം കെയർ സർവീസോ അല്ലെങ്കിൽ ഒരു ഹോം നഴ്സിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പേടി സ്വപ്നങ്ങളാണുള്ളത്. ഒന്ന് സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ആളുടെ ക്വാളിറ്റി. ഈ രണ്ട് കാര്യങ്ങളെയും ഞങ്ങൾ സേഫ് ഗാർഡ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാപനം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സുമായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഡോക്യുമെന്റ്സിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ കാര്യം, ഈ ഹോം നേഴ്സ് ആയിട്ട് അല്ലെ ഞങ്ങൾ കെയർ ഗിവേഴ്സ് എന്ന് വിളിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി അഷുർ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയെ നോക്കാനായിട്ട് ഒരാളെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, അവരുടെ പേരോ സ്ഥലങ്ങളോ, കൂടിപ്പോയ ഒരു ആധാർ കാർഡ് കിട്ടുമായിരിക്കും. പക്ഷെ
അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഒരു ചെക്ക് റൈറ്റ് ഫോർ വർക്ക് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഈ കെയർ ഗീവേഴ്സിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവരുടെ ആധാർ, പാൻ, KYC, അവരുടെ ഹെൽത്ത് റെക്കോർഡ്സും അതുപോലെ തന്നെ അവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ PCC ക്ലിയറൻസ് ഉള്ള കെയർ ഗീവേഴ്സിനെ മാത്രമേ നമ്മൾ ഓരോ വീടുകളിലേക്ക് നിയോഗിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം തന്നെ അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അവരെ ഓരോ വീടുകളിലേക്ക് നമ്മളത് അയക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം അവരുടെ സർവീസിന്റെ ക്വാളിറ്റി. ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മളുടെ തന്നെ അക്കാഡമി, ഈ അക്കാഡമിയിൽ പഠിച്ച് നമ്മളുടെ വിവിധ കോഴ്സുകളുണ്ട്. HCA, GDA, CPGC. അതുപോലെ അതിലെ CPGC എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ ഇൻഹൗസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കരിക്കുലമാണ്. ഈ കരിക്കുലത്തിന്റെ അകത്ത് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്ത് അത് പാസ്സായിട്ടുള്ള വ്യക്തികളെ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രൈമസി ഇൻ ഹോം കെയറിലൂടെ ഓരോ വീടുകളിലോട്ട് നിയോഗിക്കത്തുള്ളൂ. സോ ഈ കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് ഇന്ത്യയിലും എവിടെ വേണമെങ്കിലും ഈ ജോലി നേടാവുന്നതാണ്. കാര്യം ഇത് സ്കിൽ ഇന്ത്യയുമായി അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ ക്രെഡിബിലിറ്റിയും ക്വാളിറ്റിയും നമ്മൾ അഷ്വർ ചെയ്യുന്നത്. നമ്മുടെ ഒരു USP എന്ന് പറയുന്നത് നമ്മൾ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അതിനൊരു കെയർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. നമ്മളൊരു CMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് നമ്മൾ കെയർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ആയിരിക്കും. അതൊരു നീഡ് ബേസ്ഡ് കെയർ ആണ്, ഒരു പേഴ്സണൽ അപ്രോച്ചാണ്. എല്ലാവർക്കും ഒരേ കെയർ അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അസസ് ചെയ്യും പ്രോപ്പറായിട്ട് അവരുടെ സോഷ്യൽ, സൈക്കോളജിക്കൽ, ഫിസിക്കൽ, സ്പിരിച്വൽ എല്ലാ സൈഡ് അസിസ്റ്റന്റ് ബേസ്ഡ് ആയിരിക്കും ഒരു കോംപ്രിഹെൻസീവ് കെയർ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന കെയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം. കാരണം കേരളത്തിലൊരു വാർദ്ധക്യ ജനസംഖ്യ വളരെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20% കൂടുതൽ വൃദ്ധരായ ആളുകൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റ് കേരള ആണെന്ന് പറയാം. അത് എല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് ഹോമിൽ പോകാൻ ചിലപ്പോൾ എന്താ പറയാ അതിന്റെ ഒരു പെർസെന്റേജ് കുറവായിരിക്കും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയർ ഉണ്ട്, ഹോം ബേസ്ഡ് കെയർ ഉണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ആവശ്യമുള്ള കെയർ എന്ന് പറയുന്നത് ഹോം ബേസ്ഡ് കെയർ ആയിരിക്കും. നമ്മളെല്ലാവരും വീടുകളിലായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പത്രസമ്മേളനത്തിന് വന്നപ്പോൾ തന്നെ ഞങ്ങൾ മുകളിൽ സംസാരിക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കും അവരുടെ വീടുകളിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെയാണ് ഈ കെയർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ള ഒരു കെയർ അഡ്മിനിസ്ട്രേഷൻ മെത്തഡോളജിയാണ് നമ്മുടെ. ഒരു പേഴ്സൺ ഡ്രിവൺ അല്ല, സിസ്റ്റം ഡ്രിവൺ ആണ്. നമുക്ക് എല്ലാവർക്കും ആ സോഫ്റ്റ്വെയറിൽ ഒരു ഇന്റർഫേസ് ഉണ്ടായിരിക്കും. അത് പേഷ്യന്റ് റെസിഡന്റിനാണെങ്കിലും അവരുടെ മക്കൾക്കാണെങ്കിലും ഇതിന്റെ പല ലെയറുകളിൽ നമുക്കതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പ്രൈമസി ഇൻ ഹോം കെയർ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ വിവേക് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കാദമിയാണ് നമ്മുടെ മറ്റൊരു USP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വാളിറ്റി മാൻ പവർ ആണ് ഒരു ക്വാളിറ്റി കെയർ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വാളിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നത് നമ്മുടെ അക്കാദമിയിലൂടെയാണ്. അക്കാദമി സ്വാഭാവികമായിട്ടും 3 ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവരുടെ നോളജ് ലെവല്, അവരുടെ സ്കിൽ ലെവല്, അവരുടെ ആറ്റിറ്റ്യൂഡ് ലെവൽ. ഇപ്പോൾ നോളജും സ്കില്ലും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വീടുകളിൽ ആളുകളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങിൽ കൂടി നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് CPGC എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തത്. ഞങ്ങളിവിടെ മനസ്സിലാക്കിയ, ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവിടുത്തെ ഇപ്പോഴത്തെ കെയർ, ഫോർ എക്സാമ്പിൾ ഈവൻ എൻ്റെ ഫാദറിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഞാനും എൻ്റെ ബ്രദറിൻ്റെയും കൂടെ ഒരു ഏജൻസിയെ വിളിച്ചപ്പം ഞങ്ങൾ അവരോട് ചോദിച്ച ചോദ്യങ്ങൾ മമ്മിക്ക് എങ്ങനെ ഒരു ഹെൽപ്പാകാം എന്നുള്ള രീതിയിലാണ്. ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ സെൻറ്റർഡ്, ഇറ്റ് ഈസ് ദ സപ്പോർട്ട് ഈസ് ആക്ച്വലി ദെയർ ഫോർ പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ദ പീപ്പിൾ ആണ്. എൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഒരാളെ നിർത്തുന്നതും എനിക്ക് കെയറിന് വേണ്ടി ഒരാൾ വരുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതൊരു പേഴ്സണലി ലോകത്ത് ഞാൻ പല രാജ്യത്തും, ഞാൻ അമേരിക്ക പഠിച്ചിട്ടുണ്ട്, ഞാൻ ന്യൂസിലൻഡിൽ പഠിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പഠിക്കുകയും ജോലിയും ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ലോകത്തിൻ്റെ പല സ്ഥലത്തും ഞാൻ കണ്ട ഒരു വലിയ വ്യത്യാസം. എന്നെ സംബന്ധിച്ച് 20 കൊല്ലം കൊണ്ട് അത് വളരെ നോർമൽ ആൻഡ് നാച്ചുറലായിട്ട് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നൊരു കാര്യം എൻ്റെ കുടുംബത്തിൽ അതുണ്ടായപ്പോഴാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടായത്. ലോകത്തെല്ലായിടത്തും എനിക്ക് കെയർ വേണമെങ്കിൽ എനിക്കൊരു കെയർ പ്ലാൻ ഉണ്ട്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കൺവീനിയൻസിന് വേണ്ടിയല്ല. അതൊരു വലിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ റിട്ടയറായി നമുക്ക് വീണ് കഴിയുമ്പോൾ, അതാണ് ഞങ്ങളുടെ പഠിത്തത്തിൽ നിന്ന് മനസ്സിലായത്, ഓടുന്ന സമയത്ത് കുഴപ്പമില്ല, വീണ് കഴിയുമ്പോൾ മറ്റൊരാളുടെ ഔദാര്യത്തിലേക്ക്, അവരുടെ ഔദാര്യത്തിൽ അവരെ സഹായിക്കാൻ ഒരാൾ വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ശരിക്കും കാണുന്നത്. ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ടാണ് പ്രൈമസി ഇൻ ഹോം കെയർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നത്.
കൊച്ചി നമ്മൾ പറയുന്ന പോലെ മെട്രോസിൽ നമ്മളുടെ ട്രെയിനിങ് സെൻറ്റേഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് നടക്കും. കുറെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതല്ല, ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഇപ്പോൾ CPR എങ്ങനെ കൊടുക്കണമെന്ന് അവരറിയണം. നമ്മളത് വെറുതെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ സിമുലേഷൻ ലാബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നമുക്കൊരു സെൻറ്റർ ഉണ്ട്. നമുക്ക് മേജർ സിറ്റീസിലൊക്കെ നമ്മുടെ സെൻറ്ററിൽ തുടങ്ങിയിട്ടായിരിക്കും ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. The one big difference, thank you. ഒരു വലിയ ഡിഫറൻസ് ഞങ്ങളുടെ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ അവിടെ ഒരു പോളിസി ഉണ്ട്, ഗിഫ്റ്റിംഗ് പോളിസി എന്ന് പറയും. $100 കൂടുതൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നാൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഒരു പോളിസി. ആ പോളിസി എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം നിങ്ങളെല്ലാം ഇതിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷന് അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തില്ലെങ്കിലുള്ള കോൺസിക്വൻസസ്, അത് ചെയ്യാതെ വരുമ്പോഴുള്ള കോൺസിക്വൻസസ്. ഞാനൊരു ചെറിയ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുക. ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നാൽ അത് കണ്ണടച്ച് മാറ്റി വെക്കാം, അതിനെ റിപ്പോർട്ട് ചെയ്യാം. ആ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പല ഇതിലും ഒരു ഫോൾ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായാൽ അത് മറച്ചു വെക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ അവർ ട്രെയിനിങ് ഈസ് മോർ ടുവേർഡ്സ് ഹൗ ടു ബി അപ്ഫ്രണ്ട്, ഹൗ ടു ഡു ദാറ്റ് എഫക്റ്റീവ്ലി. അതാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട്. We bringing those policies, procedures, everything from the compliance from Australia. അതാണ് ഞങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ്. As long as we have a system in place, and if we can follow the system, I think things can be much better.